നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങൾ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടി, അത് നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് നേതൃത്വം നൽകുന്ന BJPക്ക് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ കാലുകുത്തുവാൻ പോലും കഴിയുന്നില്ല. ആ നാട്ടിലെ ജനങ്ങൾ, കർഷകർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഹരിയാനയിൽ നിന്നുള്ളതാണ് വാർത്ത. അവിടുത്തെ പല ഗ്രാമങ്ങളിലും BJPയുടെ സ്ഥാനാർത്ഥികളെ പ്രചരണത്തിന് ജനങ്ങൾ അനുവദിക്കുന്നില്ല. അവർ ബഹിഷ്കരിക്കുകയാണ്. അവരല്ലെങ്കിൽ പ്രതിരോധം തീർക്കുന്നു. മറ്റാരുമല്ല, ഇന്ത്യയിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ കർഷക സമരത്തിൽ പങ്കെടുത്ത ധീരരായ കർഷകർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തങ്ങളോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനാൽ അവിടേക്ക്, ആ പ്രദേശങ്ങളിലേക്ക് കടന്നു വരാൻ BJPയെ, അതിൻ്റെ പ്രാദേശിക നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും ആരെയും അനുവദിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. ഇത് മാത്രമല്ല, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ 18-ാം തീയതി മെയ് 18-ന് ഒരു വലിയ റാലി അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ആ റാലി പോലും ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് മോദി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ആഞ്ഞടിക്കുന്ന കർഷക പ്രതിഷേധത്തിൽ അടിതെറ്റി BJP ഹരിയാനയിലെ ഗ്രാമങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് കാലുകുത്താൻ കഴിയുന്നില്ല. ഇതേ തുടർന്ന് മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചാരണ റാലികൾ റദ്ദാക്കി. മുൻ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ നമുക്കറിയാം, അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് MLAമാർ പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിനുള്ളിലേക്ക് പോയത്. BJPക്കുള്ള പിന്തുണ നഷ്ടപ്പെട്ട പുറത്തായ ഒരു സംസ്ഥാനമാണിത്. അവിടെയാണ് ഇത് നടക്കുന്നത്. BJP വിരുദ്ധ ബാനറുകളും കരിങ്കൊടികളുമായാണ് കർഷകർ BJP സ്ഥാനാർത്ഥികളെ നേരിടുന്നത്. അംബാലയിലെ മാൽവ ഗ്രാമത്തിലാണ് BJPക്ക് ആദ്യം കർഷകർ വിലക്ക് ഏർപ്പെടുത്തിയത്. പിന്നീടത് സംസ്ഥാന വ്യാപകമായി പ്രചരിക്കുകയും അത് പടർന്നു പിടിക്കുകയുമായിരുന്നു. പലയിടത്തും BJPക്ക് പ്രചാരണ പരിപാടികൾ പോലും നടത്താനായില്ല. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട, കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അവർ ഉന്നയിക്കുന്ന ആവശ്യം മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചവർ പ്രക്ഷോഭം നടത്തിയിരുന്നു. അവിടെയെല്ലാം കാപട്യമാണ് BJP കാട്ടിയത്. അതുകൊണ്ടാണ് അവർ അനുവദിക്കാത്തത്. സംയുക്ത കിസാൻ മോർച്ചയുടെ കർഷകർ BJP സ്ഥാനാർത്ഥികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സംയുക്ത കിസാൻ മോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. BJP സഖ്യത്തിൽ നിന്ന് പിന്മാറി JJP, അവരുടെ MLAമാരാണ് പിൻവലിച്ചത്, മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചത്. എന്നിട്ടും അവർക്ക് നേരെയും ജനങ്ങളുടെ പ്രതിഷേധമാണ്. ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും മാത്രമേ അവർ ഹരിയാനയിലെ ഈ പ്രദേശങ്ങളിൽ പ്രചരണത്തിന് അനുവദിക്കുന്നുള്ളൂ എന്നതാണ്. ഒന്നാലോചിച്ച് നോക്കണേ, എത്രയോ പരിതാപകരമാണ്. 400 സീറ്റ് നേടും, ഇന്ത്യ മുഴുവൻ അശ്വമേധം നടത്തും എന്നൊക്കെ പറഞ്ഞ് വന്ന മോദിയുടെ നേതൃത്വത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന BJPക്കാണിപ്പോൾ ഹരിയാനയിൽ, സ്വന്തം സംസ്ഥാനത്ത്, ഇന്നലെ വരെ സ്വന്തം കാൽക്കീഴിലായിരുന്ന സംസ്ഥാനത്ത് ഇന്ന് കാലുകുത്താൻ ജനങ്ങൾ അനുവദിക്കുന്നില്ല. ജനാധിപത്യത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. ഞൊടിയിടയിൽ മാറ്റങ്ങൾ. നമുക്കറിയാം, പ്രതാപശാലിയായ ഇന്ദിരാഗാന്ധി മാറി ജനതാ പാർട്ടി 24 മണിക്കൂറിനുള്ളിലാണ് അധികാരത്തിലായത്. 24 മണിക്കൂർ മുമ്പ് ജനതാ പാർട്ടി ഇതൊരു പാർട്ടിയില്ലായിരുന്നു. ഇന്ദിരാഗാന്ധി അധികാരം ഒഴിഞ്ഞതിന് ശേഷം 24 മണിക്കൂർ കൊണ്ട് രൂപീകരിച്ച പാർട്ടിയാണ് ജനതാ പാർട്ടി. അത്ര ചരിത്രമുള്ള, ജനാധിപത്യ ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇവിടെ എന്തത്ഭുതവും സംഭവിക്കാം. ഇപ്പോൾ ഏറ്റവും ഖേദകരമായ ഒരു കാര്യമാണ്, ഹരിയാനയിൽ മാത്രമല്ല പഞ്ചാബിലും സ്ഥിതി അതേ രീതിയിൽ തുടരുകയാണ്. BJP സ്ഥാനാർത്ഥികൾക്ക് പഞ്ചാബിലെ ഗ്രാമങ്ങളിലും വിലക്ക്. അമൃത്സറിലെ സ്ഥാനാർത്ഥി തരൺജിത് സിംഗ് സിന്ധുവിനെ അൻജാന ഗ്രാമത്തിൽ കരിങ്കൊടി കാട്ടി ജനങ്ങൾ. ഫരീദ്കോട്ടിൽ ഹാൻസ്രാജ് ഹാൻസും പ്രതിഷേധം നേരിട്ടു. കോൺഗ്രസ് MP ആയിരിക്കെ BJPയിലെത്തി ലുധിയാനയിൽ സ്ഥാനാർത്ഥിയായ രവ്നീത് സിംഗ് ബീട്ടുവും പ്രതിഷേധം നേരിടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇതേ രീതിയിൽ പഞ്ചാബിലും പ്രതിഷേധത്തെ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ഇന്നലെ വരെ പ്രശോഭിച്ച് നിന്നിരുന്ന, തിളങ്ങി നിന്നിരുന്ന
മോദിയുടെ മുന്നണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, മോദിയുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നത് നമ്മൾ ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു വാർത്ത, ഇതിനൊക്കെ ഇങ്ങനെ തുടരുമ്പോൾ ഇതിനൊക്കെതിരെയുള്ള പ്രതികാര നടപടികൾ ഒരു ഏകാധിപതിയെ പോലെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാവ് കെജ്രിവാളിനെതിരെയായിരുന്നു പടവാൾ ഓങ്ങിയത്, അത് ഇടിവാളായി തിരിച്ചു കിട്ടി എന്നതുപോലെ ഇപ്പോൾ വീണ്ടും പ്രതികാര നടപടികൾ കുറെ കൂടി രൂക്ഷമാക്കി. ഇന്ത്യയിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അന്വേഷണം വരികയാണ്. ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർക്കുമെന്ന് ED കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർക്കുക, പരോക്ഷമായി ഈ മദ്യ നയവുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബന്ധമുണ്ട്, ആം ആദ്മി പാർട്ടിക്ക് പരോക്ഷമായി ബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടിയെയും അതിൽ പ്രതി ചേർക്കാനുള്ള നടപടികളാണ് ദ്രുതഗതിയിൽ ED ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് പോലും ഇപ്പോൾ മനസ്സിലാകുന്ന അവസ്ഥയായിട്ടുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തിരിച്ചടിയാണ്, ഇതും വലിയ തിരിച്ചടിയാകും. കാരണം ഇപ്പോൾ ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളാണ്. അദ്ദേഹം ജയിൽ വിമോചിതനായതോടെ കൂടുതൽ കരുത്തനായി. ദേശീയ മാധ്യമങ്ങളെല്ലാം അദ്ദേഹം എന്ത് പറയുന്നതും ചാട്ടുളി പോലെ BJPക്കുള്ളിലേക്ക് മോദിക്ക് നേരെ ചെന്ന് ചേരുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് അത്ര സ്വാധീനമില്ലാത്ത മേഖലകളിൽ പോലും അദ്ദേഹം പോയി പ്രസംഗിക്കുന്നു, ആൾക്കാർ അദ്ദേഹത്തെ സംഘടനകൾ ക്ഷണിക്കുന്നു. അവിടെയൊക്കെ വളരെ തീവ്രമായ രീതിയിൽ, വളരെ യുക്തിഭദ്രമായ രീതിയിൽ മോദി സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇതൊക്കെ കണ്ട് വിരളി പിടിച്ചിട്ടാണ് ഇപ്പോൾ ED അന്വേഷിച്ച് ആം ആദ്മി പാർട്ടിയെ നേരെ തന്നെ പ്രതി ചേർക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർക്കുമെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. ഞാൻ നേരത്തെ സുപ്രീം കോടതിയല്ല, ഹൈക്കോടതിയെ അറിയിച്ചു. അങ്ങനെ ഉണ്ടായാൽ PMLA കേസിൽ പ്രതി ചേർക്കപ്പെടുന്ന ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാവും AAP. AAP നേതാവ് മനീഷ് സിസോദിയുടെ ജാമ്യാപേക്ഷയെ എതിർക്കെയാണ് AAPയെ കൂടി പ്രതി ചേർത്ത് അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മയെ ED അറിയിച്ചത്. ഒരു വശത്ത് ഇതേ രീതിയിൽ പ്രതികാര നടപടികൾ തുടരുമ്പോൾ, ഏറ്റവും തരം താഴ്ന്ന രീതിയിൽ ഒരു ഏകാധിപതിയെപ്പോലെ പെരുമാറുമ്പോൾ, മറുവശത്ത് എല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വാർത്ത, ഇന്ത്യൻ കേണൽ കൊല്ലപ്പെട്ടു. മുൻ ഇന്ത്യൻ കേണൽ കൊല്ലപ്പെട്ടു. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുമായി ചേർന്ന് പ്രവർത്തിക്കവെയാണ് കൊല്ലപ്പെട്ടത്. ഗാസയിൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ UN സമാധാന ദൗത്യത്തിൻ്റെ ഭാഗമായ മുൻ ഇന്ത്യൻ സൈനിക ഓഫീസർ കൊല്ലപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ റാഫയിൽ നിന്ന് ഖാൻ യൂനിസിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് സഞ്ചരിക്കവേ വാഹനം ലക്ഷ്യം വെച്ചുണ്ടായ ആക്രമണത്തിൽ കേണൽ വൈഭവ് അനിൽ കാലെയാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന് 46 വയസ്സായിരുന്നു. വണ്ടിയിൽ UN-ൻ്റെ സ്റ്റിക്കറുകൾ ഉണ്ടായിരുന്നു, എന്നിട്ടും അതിൻ്റെ നേരെ ആക്രമണം ഉണ്ടാവുകയാണ് ചെയ്തത്. കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വേനൽ മഴ ശക്തമാവുകയാണ്. 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്, മഞ്ഞ അലർട്ടാണ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ മഴയും ലഭിച്ചു. വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും, വ്യാഴാഴ്ച പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും, വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലുമാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. മഞ്ഞ അലർട്ട് പോലെ തന്നെ മഞ്ഞപ്പിത്തവും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെപ്പറ്റൈറ്റിസ് A വ്യാപകമാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. ഹോട്ടലുകളിലെല്ലാം തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഐസ് ഉണ്ടാക്കുവാൻ ശുദ്ധജലമാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കുക. ഇതൊക്കെ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളാണ്. സ്കൂൾ പ്രവേശന ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള
ആഘോഷ പരിപാടികളിലുമെല്ലാം കർക്കശമായ ആരോഗ്യ നിയന്ത്രണമുണ്ട്. അവിടെയൊക്കെ വെള്ളം, കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണം, ഇതൊക്കെ ശ്രദ്ധിക്കുവാനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ദാരുണ വാർത്ത, ഇന്നലെ ഒരു ആംബുലൻസ് കോഴിക്കോട് ട്രാൻസ്ഫോർമറിൽ ഇടിച്ചു. ട്രാൻസ്ഫോർമർ കത്തി ആംബുലൻസിലുണ്ടായിരുന്ന രോഗി മരിച്ചു. ബാക്കിയുള്ളവരൊക്കെ പരിക്കുകളോടെ ചികിത്സയിലും തീവ്രപരിചരണ വിഭാഗത്തിലുമൊക്കെ ആശുപത്രിയിലാണ്. നിയന്ത്രണം അധിക സ്പീഡിലൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും നിയന്ത്രണം വിട്ടാണ് ട്രാൻസ്ഫോമറുള്ള സ്ഥലത്തേക്ക് ഇടിച്ചു കയറുകയും പിന്നെ 3-4 മിനിറ്റിന് ശേഷമാണ് ട്രാൻസ്ഫോമർ കത്തുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും രോഗിയെ വാഹനത്തിനുള്ളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. രോഗി അധ്യാപികയാണ് അപകടത്തിൽ മരിച്ചുപോയി. സുലോചന, 57 വയസ്സുണ്ടായിരുന്ന സുലോചനയാണ് മരിച്ചത്. നാദാപുരം സ്വദേശി നൃത്ത അധ്യാപിക മാണിക്കോത്ത് സുലോചന, 57 വയസ്സാണ് മരിച്ചത്. മറ്റൊരു വാർത്ത, വൈദ്യുത നിരക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഇത്തരത്തിൽ പല കാര്യങ്ങളിലും ഇങ്ങനെ കേരളത്തെ അപമാനിക്കാനായി പല ആൾക്കാരും പറയാറുണ്ട്. നമുക്ക് കേരളത്തിൻ്റെ സാഹചര്യം, വൈദ്യുതിയുടെ ഉപഭോഗം, നമുക്ക് വൈദ്യുതി ലഭ്യം ആക്കാനുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ അറിയാം. എന്നിരുന്നാൽ പോലും അതൊരു തെറ്റായ പ്രചരണമാണ്. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതിക്ക്, അതായത് മോദിയുടെ സ്വന്തം നാടായ ഗുജറാത്തിലാണ്. കാരണം ഇന്ത്യയിലെ എല്ലാ നേട്ടവും ഗുജറാത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് മോദിയുടെ നിലപാട്. ആ ഗുജറാത്തിലാണ് വൈദ്യുതിക്ക് ഏറ്റവും കൂടുതൽ നിരക്ക്, ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ ഉപയോഗം. അത് 2 ബില്ലുകൾ തമ്മിൽ താരതമ്യം ചെയ്താണ് ഒരു KSEB ഉദ്യോഗസ്ഥൻ തന്നെ ഫേസ്ബുക്കിൽ കൊടുത്ത ഒരു പോസ്റ്റ് വൈറലാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കാര്യം മനസ്സിലായത്. അഹമ്മദാബാദിൽ പഠിക്കുന്ന സുഹൃത്തിൻ്റെ മകൾക്ക് മാർച്ചിൽ ലഭിച്ച വൈദ്യുതി ബില്ലും കേരളത്തിലെ നിരക്കുമാണ് താരതമ്യം ചെയ്തത്. ഇത്ര യൂണിറ്റ് ഉപയോഗിച്ചതിന് കേരളത്തിൽ എത്രയാകും, ഗുജറാത്തിൽ എത്രയാകും. 492 യൂണിറ്റാണ് 2 മാസത്തെ ഉപയോഗം. ഈടാക്കിയത് ഗുജറാത്തിൽ 4380 രൂപയാണ്. അത് കേരളത്തിലെ താരിഫ് സ്ലാബ് അനുസരിച്ച് കണക്ക് കൂട്ടിയെടുത്താൽ 3326 രൂപയെ ആവുകയുള്ളൂ. കേരളത്തേക്കാൾ 1054 രൂപ കൂടുതലാണ് ഗുജറാത്തിൽ അത്തരമൊരു സ്ലാബിന് ഏർപ്പെടുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യുതി ചാർജ് ഗുജറാത്തിൽ കൂടുതലാണ് എന്ന് വിലയിരുത്തിയിരിക്കുന്നത്. അവിടെ സ്വകാര്യ മേഖലയാണ് വൈദ്യുത വിതരണം. ടോറൻറ്റ് പവർ എന്ന സ്വകാര്യ കമ്പനിയാണ് അഹമ്മദാബാദിൽ വൈദ്യുതി വിതരണം നടത്തുന്നത്. ഭീമ കൊറേഗാവ് കേസിൽ സാമൂഹ്യ പ്രവർത്തകൻ ഗൗതം നവ്ലാഖയ്ക്ക് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി വീണ്ടും ശ്രദ്ധേയമായ ഒരു നടപടി കൈക്കൊണ്ടിരിക്കുകയാണ്. ഭീമ കൊറേഗാവ് കേസിൽ സാമൂഹ്യ പ്രവർത്തകൻ ഗൗതം നവ്ലാഖയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഓർക്കുക, ജാമ്യം ലഭിക്കാതെ ജയിലിൽ കിടന്ന് മരിച്ചുപോയ ഇതേ കേസിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന ആളാണ് ഫാദർ സ്റ്റാൻ സ്വാമി. കടുത്ത അസുഖങ്ങളെ തുടർന്നാണ് അദ്ദേഹം മരിച്ചത്. അത് കടുത്ത മനുഷ്യാവകാശ ലംഘനമായിരുന്നു. ഭീമ കൊറേഗാവ് കേസിൽ സാമൂഹ്യ പ്രവർത്തകൻ ഗൗതം നവ്ലാഖയ്ക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. വിചാരണ തീരാൻ അനവധി വർഷങ്ങൾ എടുക്കും എന്ന് മനസ്സിലാക്കിയാണ് കോടതി ജാമ്യം നൽകിയത്. ജസ്റ്റിസ് MM സുന്ദരേഷ്, ജസ്റ്റിസ് SVN ഭട്ട് എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും തെളിയിക്കപ്പെടാതെ ഈ കേസിൽ 4 വർഷമായി തടവിലാണ് അദ്ദേഹം. ഇതുവരെ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്ത കുറ്റങ്ങൾ എന്ന് ചുമത്തിയിട്ടില്ല. ഇതും കോടതി മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ജാമ്യം അനുവദിക്കുന്നത്. NIAയുടെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു ജാമ്യം അനുവദിക്കുന്നതിനെതിരെ. പക്ഷേ അത് പരിഗണിക്കാതെ കണ്ട് ഈ കാര്യങ്ങൾ പരിഗണിച്ച് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 19 ബോംബെ ഹൈക്കോടതി ഗൗതം നവ്ലാഖയ്ക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ NIA സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി
അപ്പീൽ നിരസിച്ചുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 2018 ജനുവരി 1 ഭീമ കൊറേഗാവ് യുദ്ധത്തിൻ്റെ 200-ാം വാർഷിക ആചരണത്തിന് നേരെ തീവ്ര ഹിന്ദുവാദികളുടെ നേതൃത്വത്തിൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി ബുദ്ധിജീവികളെ, സാമൂഹ്യ പ്രവർത്തകരെ UAPA ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ ഫാദർ സ്റ്റാൻ സ്വാമി കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇരയായി ജയിലിൽ വെച്ച് മരിച്ച സംഭവം ദേശീയ അന്തർദേശീയ തലത്തിൽ തന്നെ ചർച്ചയായി. വർഷങ്ങൾ തടവിൽ കഴിയേണ്ടി വന്ന 7 പേർക്ക് ഇതിനകം ജാമ്യം ലഭിച്ചിട്ടുണ്ട്. വളരെ സ്വാഗതാർഹമായ ഒരു നിലപാടാണ് സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാൻ സ്വാമിയുടെ അവസ്ഥയൊക്കെ നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതാണ്. അദ്ദേഹം മരിക്കുന്ന സാഹചര്യവും വളരെ ഖേദകരമായ സാഹചര്യം. 4 ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ഇനി 3 ഘട്ടം കൂടിയാണ് അവശേഷിക്കുന്നത്. BJP വിയർത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന തിരിച്ചടി BJPയെ വളരെ വലിയ അങ്കലാപ്പിൽ ആക്കിയിട്ടുണ്ട്. ഇനി 163 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 163-ൽ 118-ലും ജയിച്ചത് NDA മുന്നണിയാണ്, BJPയും സഖ്യകക്ഷികളുമാണ്. ഇപ്രാവശ്യം ആ പ്രതീക്ഷയ്ക്കൊന്നും സ്ഥാനമില്ലെന്ന് ഇതുവരെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞു. അതിൻ്റെ അങ്കലാപ്പിലാണ് BJP. മറ്റൊരു വാർത്ത, സ്വിറ്റ്സർലൻഡിൽ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. അതായത് 1940-ലാണ് സ്വിറ്റ്സർലൻഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുന്നത്. 21-ലാണ് അവിടെ പ്രവർത്തനം തുടങ്ങുകയും 40-ൽ നിരോധിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും 84 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വിറ്റ്സർലൻഡിൽ രൂപീകരിക്കപ്പെടുകയാണ്. രൂപീകരിക്കപ്പെടുന്നതിൻ്റെ പശ്ചാത്തലം യുവാക്കളുടെ നേതൃത്വത്തിലാണ്. അത് ഇസ്രയേലിൻ്റെ പലസ്തീൻ അധിനിവേശത്തിനെതിരെ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായ സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യകത മനസ്സിലാക്കി അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. സ്വിറ്റ്സർലൻഡ് സർവകലാശാലകളിൽ നടക്കുന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ സമ്മേളനം തീരുമാനിക്കുകയും ചെയ്തു. അടുത്ത സമ്മേളനം ജൂൺ 10 മുതൽ 15 വരെ ചേരാനും തീരുമാനിച്ചു. ഇതോടെ വാർത്തകൾ വാസ്തവങ്ങൾ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.